പിൻപറ്റും സനനമൻ കാന ഖബലക്കും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ. ഹത്താ ലൗ ദഖലൂ ജുഹറ ദുബ്ബിൻ തബിഅ്തുമൂഹും, ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ, ബ്രിട്ടീഷുകാരൻ കടന്നാൽ, അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും. അവരെന്ത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യും. അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകളുണ്ടോ അതൊക്കെ ഇവിടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും. അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഈ വോയിസ് ഇത് സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുന്ന പ്രാസംഗികൻ്റെയാണ്, ഉസ്താദിൻ്റെയാണ്. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തതയും കൃത്യതയുമുള്ള ഇസ്ലാമിക അധ്യാപനം തന്നെയാണ്. അതിൽ ആർക്കും സംശയമല്ല, കുറ്റം പറയാനല്ല, ഇറച്ചിന്നാനല്ല അത് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ പൂർവികരായ മുൻകഴിഞ്ഞു പോയ ആ ജനസമൂഹത്തിൻ്റെ ആ ഒരു വിഭാഗത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യും. അങ്ങനെ പിന്തുടർന്ന് പോയിട്ട് നിങ്ങളതൊക്കെ ഏറ്റെടുത്തിട്ട് തലയിൽ വെക്കും, നിങ്ങളതൊക്കെ കൊണ്ടാടും എന്നുള്ളതാണ് ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് സിംസാറുൽ ഹക്ക് ഹുദവി അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞത്, സിംസാറുൽ ഹക്ക് ഹുദവിനോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിന് കാണുമോന്നൊന്നും അറിയില്ലോ. എന്തായാലും ഇത് കേൾക്കുന്ന, കാണുന്ന, മനസ്സിലാക്കുന്ന ആളുകളെ, ബർത്ത്ഡേ ആഘോഷം അത് ഇതര മതവിശ്വാസികളുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, നമുക്ക് ഹറാമാണ്, നമ്മൾ കൊണ്ടാടാൻ പാടില്ല എന്നുള്ളതാണ് സിംസാറുൽ ഹക്ക് ഹുദവി ഉസ്താദ് ഇവിടെ പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഹദീസ് പഠിപ്പിച്ചെന്ന പ്രവാചകനാണല്ലോ. അപ്പോൾ ലിമത്ത കുലൂന മാല തഫാലൂനാണോ? ഞാനിത് പറയുകയൊക്കെ ചെയ്യും, ഞാൻ പ്രവർത്തിക്കൊന്നുമില്ല, എൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ കൊട്ടിപ്പാടി ആഘോഷിച്ചോളി എന്നാണോ ഈ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. അപ്പോൾ പ്രവാചകന് ഈ നബിദിന ആഘോഷം, ജന്മദിനാഘോഷം പ്രവാചകനും പാടില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് നിഷിദ്ധം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലശേഷമാണല്ലോ ഇങ്ങനെ ചില പിഴച്ച കക്ഷികളായ, കുബൂരികളായ, ഖുറാഫികളായ ഈ അന്ധവിശ്വാസികൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യും എന്നുള്ളതൊന്നും അറിയാത്ത ആളല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ. അപ്പോൾ പ്രവാചകൻ്റെ ജന്മദിനാഘോഷം, ജയന്തിയാഘോഷം, പ്രവാചകൻ എക്സ്മസ് ആഘോഷം അല്ലേ, ക്രിസ്മസ് പോലത്തെ ഒരു സംഭവം, അതൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ നിങ്ങളെ കുട്ടിയുടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കണ്ട, നിങ്ങൾ കേക്ക് മുറിക്കണ്ട, നിങ്ങൾ പായസം വെക്കണ്ട, നിങ്ങൾ ആഘോഷം ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ പ്രവാചകൻ്റെ ആഘോഷിച്ചോളിയും എന്ന ഒരു വാദം സിംസാറുൽ ഹക്ക് ഹുദവിയെ നിങ്ങൾക്കുണ്ടോ? അത് സിംസാറുൽ ഹക്ക് ഹുദവി വ്യക്തമായിട്ട് എവിടെയെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയോ? അല്ല, നമുക്ക് ബർത്ത്ഡേ ആഘോഷമൊന്നും പാടില്ല, നമ്മളെ കുട്ടികളെ, നമ്മളെ വേണ്ടപ്പെട്ടവരെയൊന്നും ആഘോഷിക്കാൻ പാടില്ല, ശരി ആഘോഷിക്കുന്നില്ല എന്ന് വെക്കാം. പ്രവാചകൻ്റെ എന്നിട്ട് നമ്മൾ തന്നെ ആഘോഷിച്ചത്, നമ്മളോട് കുട്ടിയുടെ ആഘോഷിച്ചണ്ടെന്ന് പറഞ്ഞ ഉസ്താക്കന്മാർ പറയാണ് നമുക്ക് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാന്ന്. അതെന്ത് കുന്താപ്പത്? പ്രവാചകൻ വന്നതിൽ സന്തോഷിക്കുന്നുണ്ട്, ആഘോഷിക്കാൻ എവിടെ പറഞ്ഞേ? അതിൻ്റെ കാണിച്ചേരി മൊയ്ലിയാക്കന്മാരെ. അതിന് സിംസാറായാലും വേണ്ടില്ല, ഹക്കായാലും വേണ്ടില്ല, ഹുദവി ആയാലും വേണ്ടില്ല. പറോളി ഹുദവിയെ നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. ക്രൈസ്തവരും ജൂതന്മാരുമാണ് അത് കൊണ്ടുവന്നത്, നമ്മുടെ ആചാരമല്ല എന്ന് പറഞ്ഞു. നബിദിനാഘോഷം അവിടെ കേക്ക് മുറിക്കണില്ല എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ആഘോഷമാണോ ഉദവിയെ? എന്താ ചെയ്യുക? നിങ്ങൾ എന്തൊക്കെയേ പറയണ്ടിട്ടില്ലേ ഈ മനുഷ്യന്മാരുടെ അടുത്ത്? ഒന്ന് വെട്ടി തുറന്ന് പറഞ്ഞില്ലേ, നാളെ നരകത്ത് പോണ കാര്യമാണ്. പണ്ഡിതന്മാരാണ് ഏറ്റവും കൂടുതൽ അന്യായമായിട്ട് മനുഷ്യന്മാരുടെ മുതൽ ഭക്ഷിക്കുന്ന ആ ഒരു വിഭാഗമാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയിട്ട് നരകാഗ്നിയിലേക്ക് ചാടാൻ നിൽക്കണ്ട, ഇവിടുന്ന് വെട്ടി തുറന്ന് പറഞ്ഞോളി. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഖം കുറയായിരിക്കും, നാലാൾ നിങ്ങളെ പ്രഭാഷണം കേൾക്കൽ നിർത്തുമായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറയായിരിക്കും. എന്തിനാ കുറേ വരുമാനം ഉദവിയെ? നമുക്ക് അന്നാന്ന് കഴിഞ്ഞു പോകാനുള്ള അല്ലേ അന്നത്തിനുള്ള വക അതിൻ്റെ അപ്പുറത്ത് സമ്പാദിച്ചിട്ട് നരകത്ത് പോയി കിടക്കണ എന്തിനാണ്? ഇവിടെ കുറേ സമ്പാദിച്ചിട്ട് അതിങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേലെ ബെഡ് ഇട്ടിട്ട് അതിൻ്റെ മേലെ മലച്ചെട്ടി കടന്നുറങ്ങിയിട്ട് ഇഷ്ടമുള്ള പോലെ ജീവിച്ചിട്ട് ദൂർത്തടിച്ചിട്ടും തർവാറടിച്ചിട്ടും ജീവിച്ചിട്ട് നാളെ സ്വർഗത്തിൻ്റെ മണം പോലും കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് കാര്യം? ഇവിടെ ഈ തൽക്കാല ദുനിയാവിൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഈ ആഘോഷിച്ചത്, നമ്മൾ ഈ ആർമാദിച്ചത് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളോടൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ വലിയ കിതാബോധി ആൾക്കാരല്ലേ. നമ്മൾ 2-3 ബുക്കേ വായിച്ചിട്ടുള്ളൂ. എന്തായാലും പറയും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല.
അടുത്ത ഹദീസ് നേരത്തെ പറഞ്ഞ ആ ഒരു ഉടുപ്പിൻ്റെ മാളത്തിലേക്ക് കയറിപ്പോണ പോലെ ആ ഖുറാഫികളായിട്ട് കയറിപ്പോകുന്ന പറഞ്ഞാൽ അത് വേറെ ഹദീസ്, ഇത് വേറെ ഹദീസാണ്. ഈ ഹദീസൊക്കെ ഇവരുടെ പിഴച്ച പരിപാടിക്കൊക്കെ എതിരാണ്. ഇവരിത് പറയുകയും ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്യും. എന്നിട്ട് ഈ സമയമാകുമ്പോൾ ഇയാളിന് ദുബായിക്ക് തന്നെ ഓടുന്നുണ്ടാവേ, എന്തായാലും വേണ്ടില്ല റബിയുൽ അവ്വൽ 12 നിങ്ങൾ കാട്ടിക്കൂട്ടണ ഈ തരത്തിലുള്ള ഈ പിഴച്ച ആ ഒരു ആഘോഷം ഉണ്ടല്ലോ ഇസ്ലാമിലില്ലാതെ. ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഇപ്പോൾ അത് ചെയ്യണ്ടെന്നൊന്നും ഇപ്പോൾ നിങ്ങൾ പറയണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും, ചെയ്യണ്ടെന്ന് പറയും. ഇസ്ലാമിലില്ലാത്ത ഒരു ജയന്തി ആഘോഷവുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഇനി വരാൻ പോകണ്ടേ ജയന്തി ആഘോഷം, ഇതാ വരാൻ പോകുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാ പറയും. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു, കുഴപ്പമുണ്ടായിട്ടില്ല. അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചു എന്ന കാരണം കൊണ്ട് സന്തോഷിച്ചു, കുഴപ്പമില്ല. അനിസ്ലാമികമായിട്ടുള്ള ആചാരങ്ങൾ അവിടെ പാടുണ്ടോ എന്ന് ചോദിച്ച് പ്രവാചകൻ ഭൂജാതനായതിൻ്റെ പേരിൽ ആഘോഷിക്കാൻ ആരെ നിങ്ങളോട് പറഞ്ഞിരിക്കണത്? സമസ്തക്കാരേ ആരെയാണ് പറഞ്ഞിരിക്കണത്? സന്തോഷിച്ചോളാനല്ലേ പറഞ്ഞിരിക്കണേ? സന്തോഷിച്ചോളിയും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ ആഘോഷിക്കുന്നു, ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആചാരങ്ങൾ നടത്തുന്നു. ആരെ നിങ്ങളത് പഠിപ്പിച്ച്? നാളെ സമാധാനം പറയേണ്ടി വരൂട്ടില്ലേ? ഇല്ല. അനിസ്ലാമികമായത് അവിടെ ചെയ്യാൻ പാടുള്ളതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എമ്പാടും ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ ബേക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ? അതില്ലെങ്കിൽ ഇവിടുത്തെ ബേക്കറികളും മിഠായി കമ്പനികളും വെറും ബർത്ത്ഡേ ആഘോഷങ്ങളെ പിൻപറ്റി മാത്രമൊന്നുമല്ല. അത് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ബർത്ത്ഡേ ആഘോഷങ്ങളുടെയും അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് കണ്ടമാനം ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ മിഠായികൾ, കേക്കുകളൊക്കെ പോകാറുണ്ട്. ഓക്കെ, ഒരു വിഭാഗത്തിനെ ആ ഒരു തലത്തിൽ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞത്. പണ്ട് വെപ്പുകാരെ കുറിച്ച് സലീം ഫൈസി പറഞ്ഞ പോലെ അങ്ങനെ ആയി പോകരുത്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈ കേക്കും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ലഡുവും ജിലേബിയും അതുപോലെയുള്ള സാധനങ്ങളും മറ്റുള്ള DJ പ്രോഗ്രാമൊക്കെ നബിദിനെന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ടേ. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ ഉസ്താദേ നിങ്ങളെ. ഇത് ഈ ഒരു കുട്ടി ആർക്കെങ്കിലും ഒരു കുട്ടി ആറ്റുനോറ്റുണ്ടായി ഓലിപ്പോൾ അതിനൊരു പാക്കറ്റ് മുട്ടായി വാങ്ങിക്കൊടുത്താൽ അത് പുണ്യാണെന്ന് കരുതിയിട്ടൊന്നുമല്ലല്ലോ ചെയ്യണത്, ആണോ? അത് ഇസ്ലാമിൽ വലിയൊരു പുണ്യമാണ്. ഇതാണ് ഈ മുസ്ലിങ്ങൾക്ക് പറ്റിയത്. മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളതാണ് ഈ വിഷയം നമുക്ക് വിശദീകരിക്കേണ്ടത് കൊണ്ട് ഇതിൽ പറയുന്നില്ല. ഉസ്താദ് പറയട്ടെ. അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും? അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യും. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്തു കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീതെന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ശരി, അപ്പോൾ പാശ്ചാത്യർ കുട്ടികളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. 1.5 പാക്കറ്റ് മുട്ടായി വാങ്ങും, ഒരു 2 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ പുതിയ കേക്ക് എന്തെങ്കിലും വന്നുകൂടെന്ന് അറിയില്ല കേട്ടോ, എനിക്കതൊക്കെ അറിയുള്ളൂ. ഇനി പ്ലം കേക്ക് ആയിക്കോട്ടെ, അതൊക്കെ വാങ്ങുന്നിട്ട് ആ പ്ലാസ്റ്റിക് കത്തിയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇത്ര ഇപ്പോൾ ഭയങ്കര ഒരു തെറ്റുള്ളത്. അതിൻ്റെ തെറ്റും ശരിയിലേക്ക് പോകുന്നില്ല. കുറച്ചുകൂടി പരിഷ്കൃത സമൂഹമാവുക എന്നുണ്ട്. ഓക്കെ, അത് കേക്ക് മുറിച്ചിട്ടാവരുത്. കുറച്ചുകൂടിയൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ പറഞ്ഞത്. ഈ നബിദിന ആഘോഷം അത് പാശ്ചാത്യം കൊടുന്നൊരു ആഘോഷം അതിലുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് പോലെ. അത് കഴിഞ്ഞാൽ ഇവിടെ സനാതനധർമ്മത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ആഘോഷിക്കുന്ന ജയന്തി ആഘോഷങ്ങൾ, അതിലേറ്റവും പ്രധാനമാണ് ശ്രീകൃഷ്ണ ജയന്തി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര പാട്ടും സെറ്റപ്പൊക്കെ ആയിട്ട് ഘോഷയാത്രയൊക്കെ ആയിട്ട് കൊടിയൊക്കെ ഉണ്ടാവും, കലക്കവെള്ളം മറ്റേ വെള്ളം കലക്കിയതേ രസന ടാങ്കിലൊക്കെയതും പായസം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയെടുത്തിട്ടാണ് ഇവരിപ്പോൾ ആഘോഷിക്കുന്നത്. ഇതിലുണ്ട് എല്ലാത്തിനും സമസ്ത എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയത് എന്നാണ്. എന്നിട്ട് എന്താണ് ബാക്കി പറയാനുള്ളത്? എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഇനി പറഞ്ഞു വരും ഇതിന്റെ ബാക്കിയിൽ മൂപ്പര് വേറെ പറയുന്നുണ്ട്. ഈ പറഞ്ഞത് അതൊന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം.
ഇനി ചർച്ച ചെയ്യാൻ സമയമല്ല. ഇതിൽ പറഞ്ഞത് എന്താണ്? നബിതങ്ങളോ സഹാബാക്കളോ ആരും തന്നെ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഇനി അതിൻ്റെ പക്ഷി ഉണ്ടിച്ച പക്ഷങ്ങളാണ് എടുത്തോണ്ടേക്കോളി. അത് കൊട്ടിയിലേറ്റിക്കോളി. ഈ പറഞ്ഞതുണ്ടല്ലോ, ഈ ഉത്തമ കാലഘട്ടം നബിതങ്ങളോ സഹാബാക്കളോ താപീയങ്ങളോ താപീയങ്ങളോ 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 3 തലമുറയോ ഓലാഘോഷിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ചങ്ങായിമാരെ നിങ്ങൾ തീർത്തും കൊണ്ട് കിടക്കണേ? ഓലിക്കറിയാത്തൊരു സംവിധാനം, സംഭവം അതെങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുക? അതിന് മതത്തിലെങ്ങനെ പുതിയൊരു ഇതുണ്ടാവുക? നിങ്ങൾക്ക് പുതിയ പ്രവാചകൻ വന്നിക്കണോ? ഏതാ നിങ്ങളെ മതം? ഏതാ നിങ്ങളെ പ്രവാചകൻ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അള്ളാഹ് പറഞ്ഞതും അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതും പഠിപ്പിച്ച ഒന്നും ചെയ്യൂല. പഴച്ചത് എന്തൊക്കെയുള്ള ആരാ മൗലിയമാർ എന്താ ഇവിടെ കൊടുത്തിട്ട് കാടി കലക്കി തരും, അതിങ്ങനെ മോന്തി കുടിച്ചും കൊണ്ട് നിങ്ങളെ ആഖിറം ദുനിയാവും കളയാൻ നിൽക്കണ്ട. ഇത്ര എനിക്ക് പറയണത്. അസ്സലാമു അലൈക്കും.